നമസ്കാരം. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനുമൊക്കെ മുമ്പ് തന്നെ സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് വിവിധ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ന്, അതായത് 2025 മെയ് മാസം 21-ാം തീയതി അറബിക്കടലിൻ്റെ ചില ഭാഗങ്ങളിലും മാലിദ്വീപ്, കന്യാകുമാരി പ്രദേശങ്ങളിലും, തെക്കൻ ബംഗാൾ ഉൾക്കടലിലും, മധ്യ ബംഗാൾ ഉൾക്കടലിൻ്റെ ചില ഭാഗങ്ങളിലും, വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെ ചില ഭാഗങ്ങളിലുമൊക്കെ വ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ മൺസൂൺ ആരംഭിക്കുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി 23, 24 തീയതികളിൽ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതെല്ലാവരും ഒരു അറിയിപ്പായി തന്നെ കരുതി ഇനിയിപ്പോൾ യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുവാൻ കൂടി ശ്രദ്ധിക്കുക. വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നത്. ഇതേ കാലയളവിൽ തെക്കൻ അറബിക്കടലിൻ്റെ ചില ഭാഗങ്ങൾ, മാലിദ്വീപിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ, കന്യാകുമാരി തീരത്തിൻ്റെ ചില ഭാഗങ്ങൾ, ലക്ഷദ്വീപ് പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ, കേരളം, തമിഴ്നാട്, ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്ക് മധ്യഭാഗങ്ങൾ, ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ വ്യാപിക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണിപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുകയാണ്. അറബിക്കടലിൽ ഗോവ, കർണാടക തീരത്തിന് സമീപം ന്യൂനമർദ്ദ സാധ്യതയാണിപ്പോൾ വന്നിരിക്കുന്നത്. തീവ്ര ന്യൂനമർദ്ദമായി മഴ ശക്തി പ്രാപിക്കുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരത്തേക്ക് ഈ ഒരു ന്യൂനമർദ്ദം നീങ്ങുകയും ചെയ്യും. അറബിക്കടലിൽ കേരള തീരത്തുള്ള പടിഞ്ഞാറൻ കാറ്റിൻ്റെ സ്വാധീനം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ 23, 24 കാലവർഷത്തിൻ്റെ വരവിൻ്റെ ഭാഗമായുള്ള മഴയും ലഭിച്ചു തുടങ്ങും. അതേപോലെ അടുത്ത ആഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടുമെന്നാണ് പറയുന്നത്. ന്യൂനമർദ്ദമായി ഈ ഒരു ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്നതോടെ കേരളത്തിൽ പരക്കെ കാലവർഷം ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. 2025 കാലവർഷത്തിൽ രാജ്യത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 23-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, അതോടൊപ്പം തന്നെ 24-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും വന്നു കഴിഞ്ഞു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും ഒക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്